പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡാണ്. ആദ്യം ഉരുളി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഉരുളി നന്നായി ചൂടായതുകൊണ്ട് ബട്ടർ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. ചൂടൊന്ന് ശ്രദ്ധിക്കണേ. എളുപ്പത്തിന് വേണ്ടി റോസ്റ്റഡ് സേമിയാണ് കാണിച്ചത്. ചൂടായ നെയ്യിലേക്ക് സേമിയ ഇട്ട് കൊടുത്തിട്ട് കരിയാതിരിക്കാൻ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഒന്നര ലിറ്റർ പാൽ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള സേമിയാണ് എടുത്തത്. സേമിയയിലേക്ക് പാലൊഴിച്ച് കൊടുത്ത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ നന്നായി ഇളക്കി കൊടുക്കണേ. പാലൊന്ന് കുറുകി വരുന്നോടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സേമിയയിൽ ചേർക്കാൻ വേണ്ടി 2 ടീസ്പൂൺ കസ്റ്റാർഡാണ് ഞാൻ എടുക്കുന്നത്. ശേഷം അതിലേക്ക് തിളച്ച പാലൊഴിച്ച് മിക്സ് ചെയ്തു. പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്തൊഴിക്കാം. ഡയറക്റ്റ് പൊടി സേമിയയിൽ ഇട്ടാൽ മിക്സ് ആവാൻ കുറച്ച് താമസം വരും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പാലിൽ മിക്സ് ചെയ്ത കസ്റ്റാർഡ് സേമിയയിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോട്ടോ. ഇനി ഇതൊന്ന് കുറുകി വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ 5 തരം ഫ്രൂട്ടാണ് എടുത്തത്. നന്നായി തണുത്ത സേമിയ ഒരു ബൗളിലേക്ക് ഇടാം. കട്ട് ചെയ്ത് വെച്ച മുന്തിരി, ആപ്പിൾ, പഴം, ബത്തക്ക, അനാറ്, ബദാമും നട്ട്സും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല ആസ്വദിച്ച് കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കഴിച്ചാൽ പൊളിയാ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വേണോ? പുളിപ്പ് മുന്തിരിൻ്റെ പുളിപ്പ് നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.